സ്വാഗതം. നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചെടി എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഞാൻ കുറേ ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പുറത്തുനിന്ന് മാറ്റി വെച്ച ചെടിയാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ മണ്ണൊക്കെ ഒതുക്കി ഇട്ടതിന് ശേഷം ഇങ്ങനെ കട്ട പാകി, ചെടിച്ചട്ടി വേണ്ട ഇതിന് നമുക്കിങ്ങനെ പാകി വെച്ചാൽ നല്ല വൃത്തിയായിട്ട് വലുതായിട്ട് കൊഴുത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കിച്ചേക്കത് ഇങ്ങനെ കട്ട പാകി ഇതിനകത്ത് മണ്ണും വളമൊക്കെ ഇട്ട് നിറച്ച് ഇന്നലെ നട്ടതാ രാത്രി. അപ്പം ഇതുപോലെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ മണ്ണും വെള്ളമൊക്കെ ഒലിച്ച് പോവാതെ ഇതിനകത്ത് തന്നെ നിൽക്കും. അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഈ വീഡിയോ ചെയ്തത്. കുറേ ചെടികളൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ഇത്രയും ജോലിയുടെ ഇടയിലും. സൂപ്പറായില്ലേ ചെടികൾ? നമുക്ക് എന്നിട്ട് ഇതിനെല്ലാം വെട്ടി ഒതുക്കി നല്ല കുട്ടപ്പനാക്കാം. ഈ മുടി പോലുള്ള ചെടികളുണ്ട്, നമുക്ക് ഫൈനായിട്ട് ഉണ്ട പോലെ അങ്ങ് നിർത്തണം, നല്ല ബൗള് പോലെ. ഇങ്ങനെ ഒരു ചിരട് ഉപയോഗിച്ച് ഇത് കെട്ടി നിർത്തണം. അപ്പോൾ ഇത് പിരിഞ്ഞു പോകത്തില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്നതെല്ലാം ഇങ്ങനെ ഒതുക്കി കെട്ടി നല്ല സൂപ്പറായിട്ട് അങ്ങ് നിർത്തണം. ചെടി വളരും തോറും അതിനെ വെട്ടി ഒതുക്കി നല്ല ഭംഗിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി മരുന്നൊക്കെ അടിച്ച് നിർത്തുകയാണെങ്കിൽ നല്ല ബോൾ പോലെ ആവും ചെടി. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി നിൽക്കും. 50 രൂപ കൊടുത്ത മേളയിൽ നിന്ന് വാങ്ങിച്ചൊരു ചെറിയ ചെടിയാണ് ഇത്. കണ്ടോ, ഇതെല്ലാം ചെടികളാണ്. കാണിച്ചു കൊടുക്കാം. അടുത്ത ഇത് വയ്ക്കാം. ഇത് കൂടെ കട്ടല്ല, ഇത് കാണിച്ചില്ല. ഇതെല്ലാം ഇങ്ങനെ വെട്ടി ഒതുക്കണം. ഇതെല്ലാം നമ്മുടെ ഭിത്തിയിൽ കയറി ഉണ്ടോ. ഇതെല്ലാം ഇത്തിരി വെട്ടി ഒതുക്കേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് സൂപ്പറായിട്ട് ഇതിനെയൊക്കെ ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തെടുക്കണം. എന്താ, ഇതൊക്കെ നമ്മുടെ ഭിത്തി കയറി ഇരിക്കുക. ഇത്ര അങ്ങ് ഭിത്തി കയറിയ ഭംഗി പറയും. നമ്മുടെ ഭിത്തിയിലെല്ലാം പാടായി. ഇതിൻ്റെ വലിയ വേരുകളെല്ലാം അത് പിടിച്ച് സൂപ്പറായി. ഇതെല്ലാം കണ്ടോ, ഇങ്ങനെ എല്ലാം വെട്ടി ഒഴുകി ഇതെല്ലാം കെട്ടി നിർത്തിയിരിക്കുക. ഈ ചെടിയാണ്. ഇത് വെട്ടിയൊക്കെ നിർത്തിയാൽ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ചെടിയായി. എല്ലാ പ്രാവശ്യവും വെട്ടി ഒതുക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെട്ടാതെ നിർത്തിയിരുന്നു. ഇത് ബോൾ പോലെ ആവും വെട്ടി നിർത്തി കഴിഞ്ഞു.
കെട്ടി. ഇതും ഇങ്ങനെ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കെട്ടി നിർത്തണം, അല്ലെങ്കിൽ കയർ ലൂസായി പോകുന്നതനുസരിച്ച് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ചെമിടൊക്കെ ഇടയ്ക്ക് കൊടുക്കണം. ദിവസം വെള്ളം ഒഴിക്കണം, വളമിടണം. അങ്ങനെയാണെങ്കിൽ നല്ല കുട്ടപ്പനായിട്ട് ചെടികൾ നിൽക്കും. നമ്മൾ മുടിയൊക്കെ വെട്ടി ഉണക്ക് നല്ല കുട്ടപ്പനായില്ലേ, ഉണ്ടോ? നല്ല ബോള് പോലെ ആയില്ല ചെടികൾ. ഇത് മറ്റേ രീതിയിൽ പിടിച്ചിട്ട് ഇതും ഇങ്ങനെ കെട്ടി നിർത്തിയിരുന്നതാണ്. കണ്ടോ, സൂപ്പറായില്ലേ? കണ്ടേ, വേറൊരു ചെടി വെയിലടിച്ചു കഴിഞ്ഞാൽ ചുമക്കുന്ന വർണ്ണ വസ്തുവായത്. എന്താ ഇത് കെട്ടി നിർത്താറായില്ല, ഇച്ചിരിയും കൂടെ ഒക്കെ മൂടാകുമ്പോഴേ ഇത് കെട്ടാവും. എൻ്റെ വളമൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിരിക്കും. ഇനി ഇതിൻ്റെ ചെമിടൊക്കെ കിളച്ചിടണം. ഉണക്കാവുമ്പോൾ കിളച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് അത് കെട്ടി നിർത്താൻ പരുവാകും. ഈ ചെടിയാണ് ഇത് കാണിക്കാൻ വേണ്ടി ചോദിച്ചു. ഇങ്ങോട്ട് ഈ ചെടി ഉണ്ടോ? ഇതൊരു കാലത്തും പൂക്കത്തിൽ ഇങ്ങനെ കിടക്കും, നല്ല ഭംഗിയായിട്ട്. ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റിയതാ. ഒന്ന് നട്ടുകൊടുത്ത് വെള്ളം നനച്ചു കൊടുത്താൽ ഇങ്ങനെ വളർന്നിറങ്ങും. നല്ല സൂപ്പർ ഒരു ചെടിയായിരുന്നു. 10 മണിയുടെ വേറൊരെണ്ണം പൂക്കാത്ത ചെടി. എന്നും ഇങ്ങനെ തന്നെ നിൽക്കും. 1.5 കൂടി വെള്ളം വേണം, വളം വേണം, സെറ്റായിട്ടിരിക്കും. എല്ലാവരും ഈ വീഡിയോ, എൻ്റെ ചെടിയുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ സൂപ്പർ ചെടികളല്ലേ ഇതെല്ലാം. ഇത്രയും ജോലിയുടെ ഇടയിലും ഇതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ. അപ്പം എല്ലാവരും ഇത് കാണണം. നല്ല വളമൊക്കെ ഇട്ടങ്ങ് വളർത്തണം. ചാണകവും വളമൊക്കെ ഇട്ട് വളർത്തുന്നതായത്. കണ്ടോ, ഇത് സാരിയുടെ മുന്താണി ചെടി എന്നാ പറയുന്നത്. മുന്താണി പോലെ വളരുന്ന ചെടി. ഒരു മാസത്തോളം നിൽക്കും എൻ്റെ പൂ വന്നു കഴിഞ്ഞു.